അയാളെ നോക്കി ദേഷ്യത്തിൽ കിഷോർ പറയുമ്പോൾ ഇനിയും കേട്ടു നിൽക്കാൻ കഴിയാത്തതുപോലെ തകർന്നു പോയിരുന്നു രവിവർമ്മ. അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നത് തന്നിൽ നിന്ന് അകന്നു പോയ മക്കളുടെ ചിത്രമാണ്. അന്നു മുതൽ താൻ അനുഭവിക്കുന്ന വേദന, സ്വന്തം ഇഷ്ടപ്രകാരം ദുർഗ ഒരു വിവാഹം കഴിച്ചതും തന്നെ വിട്ടുപോയതും അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇന്ദ്രൻ ഇങ്ങനെ ഒരു അടുപ്പത്തെക്കുറിച്ച് അറിയുന്നത്. വളരെ പാവപ്പെട്ട കുടുംബം, ഏതു തരത്തിൽ നോക്കിയാലും ഇന്ദ്രന് ചേരാത്തൊരു ബന്ധം. അതുകൊണ്ടാണ് ഇന്ദ്രനെ വിലക്കിയത്. അവൻ തന്ന വാക്കനുസരിച്ചുവെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും മനംമാറ്റം സംഭവിച്ചാലോ എന്നോർത്താണ് അവളെയും കുടുംബത്തിനെയും നാട് കടത്തിയത്. ദുർഗ തന്നിൽ നിന്ന് അകന്നു പോയതുപോലെ ഇന്ദ്രൻ കൂടി തന്നിൽ നിന്ന് അകലുന്നത് സഹിക്കാൻ കഴിയില്ലായിരുന്നു. തന്നിലെ അച്ഛൻ്റെ സ്വാർത്ഥത. പക്ഷേ അന്നു മുതൽ ഇന്നോളം അവൻ തന്നോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ടില്ല, പെരുമാറിയിട്ടില്ല. ഇനി അഭി കൂടെ അതുപോലെ. അയാളുടെ ഉള്ളിലൊരു വെള്ളരി വെട്ടി. വേണ്ട, ഇനിയൊരു തകർച്ച, അതുകൂടെ വേണ്ട. അവനവനിഷ്ടമുള്ള ആളുടെ കൂടെ ജീവിച്ചോട്ടെ, അയാൾ മനസ്സിൽ കരുതി. എൻ്റെ തെറ്റ് മനസ്സിലാക്കാൻ എനിക്ക് ഇത്ര വർഷം വേണ്ടി വന്നു. ഇനി എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അഭിയുടെ ജീവിതം കൂടെ തകർക്കുന്നില്ല. കിഷോറിനോട് അത് പറഞ്ഞതിന് ശേഷം ഇരിക്കുന്ന ചെയറിൽ നിന്ന് രവിവർമ്മ എഴുന്നേറ്റു. അതിനൊന്നും പറയാതെ നിൽക്കുക മാത്രമാണ് കിഷോർ ചെയ്തത്. എന്നാൽ മുൻപോട്ട് നടക്കാൻ തുനിഞ്ഞ രവിവർമ്മ അവിടെ നിന്നു. പിന്നെ അല്പം അടിച്ചാണെങ്കിലും കിഷോറിനോട് ചോദിച്ചു, ശിവാനി, അവൾ എവിടെയാ ഉള്ളത്, ആ കുഞ്ഞ്? അല്പം മടിയോടെയുള്ള അയാളുടെ ചോദ്യത്തിനൊരു പുച്ഛച്ചിരിയായിരുന്നു അവൻ്റെ മറുപടി. ഇത്ര വർഷം അവരെക്കുറിച്ച് ചിന്തിക്കായിരുന്നില്ലേ? അല്പം മടിയോടെയുള്ള അയാളുടെ ചോദ്യത്തിന് ഒരു പുച്ഛച്ചിരിയായിരുന്നു അവൻ്റെ മറുപടി. ഇത്ര വർഷം അവരെക്കുറിച്ച് ചിന്തിച്ചില്ലായിരുന്നല്ലോ. ഇനിയും ഓർക്കണ്ട. അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആദ്യം അറിയേണ്ടത് ആ പാവ മനുഷ്യനാണ്. ചെയ്തു പോയ തെറ്റിൽ അവരെ ഓർത്ത് നേറുന്ന ആ പാവ മനുഷ്യൻ. രവിവർമ്മയെ നോക്കി അമർഷത്തോടെ അത്രയും പറയുമ്പോൾ കുറച്ചു മുൻപ് അഭിയിൽ നിന്ന് ചിത്രയെ അകറ്റാൻ അയാൾ തീരുമാനിച്ചതിൻ്റെ മുഴുവൻ ദേഷ്യവും ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവനോട് മറുപടിയൊന്നും പറയാൻ കഴിയാതെ അവിടെ നിന്ന് പുറത്തേക്ക് പോയിരുന്നു രവിവർമ്മ. ട്രിപ്പിട്ട് കിടക്കുന്ന ചിത്രയുടെ അടുത്തെത്തിയതും അവളുടെ ഈ അവസ്ഥയിൽ വല്ലാത്ത വേദന തോന്നി ഇന്ദ്രന്. അവളുടെ ക്ഷീണിച്ചു തളർന്ന മുഖം മാത്രമായിരുന്നു എത്രത്തോളം ആ മനസ്സിൽ അവന് സ്ഥാനമുണ്ടെന്നറിയാൻ. കുറച്ചു നേരം അവളെ നോക്കി അവിടെ നിന്നതിനു ശേഷം ഇന്ദ്രൻ പുറത്തേക്ക് നടന്നു. അയാളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്നത് രവിവർമ്മയുടെ വാക്കുകളായിരുന്നു. തൻ്റെ അച്ഛൻ്റെ ഉള്ളിൽ ഇത്രത്തോളം ക്രൂരതയുണ്ടോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയി അയാൾ. പിന്നെ ഇനി എന്ത് സംഭവിച്ചാലും ചിത്രയുടെ സംരക്ഷണം പൂർണ്ണമായും താൻ ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ക്ഷീണം കൊണ്ട് അന്നത്തെ രാത്രി തളർന്നുറങ്ങിപ്പോയിരുന്നു ചിത്ര. അഭി ഹോസ്പിറ്റലായി അന്ന് മുതൽ ചിത്ര സ്വസ്ഥമായി ഒന്ന് കണ്ണടച്ചിട്ടില്ല. അതുകൊണ്ട് കൂടെ ആയിരിക്കാം തളർന്നുറങ്ങിപ്പോയത്. ആയാസപ്പെട്ട് ചിത്ര കണ്ണ് വലിച്ചു തുറക്കുമ്പോൾ അവളുടെ അടുത്ത് തന്നെ സന ഇരിപ്പുണ്ട്. ഫ്രഷായിരുന്നു വന്ന ചിത്രയ്ക്ക് സന തന്നെയാണ് മരുന്നും ഭക്ഷണവും എടുത്തു കൊടുത്ത് കഴിപ്പിച്ചത്. എങ്ങനെയൊക്കെയോ കഴിച്ചെന്ന് വരുത്തി ഐസുവിന് മുൻപിലേക്ക് ഓടുമ്പോൾ ഡോക്ടർ പറഞ്ഞ സമയം ഇന്ന് അവസാനിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അഭിക്ക് ഓർമ്മ നഷ്ടപ്പെടുകയാണെങ്കിൽ അത് അംഗീകരിക്കാനും അവൻ തളർന്നു പോകുകയാണെങ്കിൽ അവന് താങ്ങാവാനും അവൾ മനസ്സുകൊണ്ട് തയ്യാറായി കഴിഞ്ഞിരുന്നു. ഐസുവിന് മുൻപിലേക്ക് നടന്നു പോയി ചിത്ര അവിടെ ഉള്ള ചെയറിലിട്ടിരിക്കുന്ന ഇന്ദ്രനെ കണ്ടു. ഒരു നിമിഷം മുൻപോട്ട് നടക്കാൻ തുനിഞ്ഞ് അവളെ അദ്ദേഹം കൈ കാണിച്ച് വിളിച്ചതും അല്പം അടിച്ചാണെങ്കിലും അവൾ അദ്ദേഹത്തിനടുത്തേക്ക് പോയി. വിഷമിക്കേണ്ട, ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്നതിൻ്റെ കൂടെ ഇന്ദ്രൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചതും ചിത്രയുടെ കണ്ണ് നിറഞ്ഞുപോയി. പെട്ടെന്ന് ഐസുവിൻ്റെ ഡോറ് തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നതും അവരുടെ ശ്രദ്ധ അവിടേക്ക് പോയിരുന്നു. പുഞ്ചിരിയോടെ തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ ചിത്രയിൽ സമാധാനം വന്നു നിറഞ്ഞു. ഡോക്ടർ അബി, ഹിസ് ഓൾ റൈറ്റ്. ഫിസിക്കലി അദ്ദേഹം 100% ഓക്കെയാണ്. കോൺഷ്യസ് ആയ ഉടനെ മുറിയിലേക്ക് മാറ്റാം. പിന്നെ മെമ്മറി ലോസ്, അതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവർക്ക് നൽകിയ ആശ്വാസം വളരെ വലുതായിരുന്നു. പക്ഷേ അപ്പോഴും ഉള്ളിൽ എന്തോ ഭയം പോലെ. ഇനി തന്നെ മറന്നു കാണുകയോ ഒന്നും ഓർമ്മയുണ്ടാകില്ലേ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എങ്കിലും ഉള്ളിൽ സന്തോഷം മാത്രം. ഒന്നും പറ്റിയില്ലല്ലോ. അതേ അവസ്ഥ തന്നെയായിരുന്നു ഇന്ദ്രനിലും. ഡോക്ടർ പറഞ്ഞു നടന്നതും ചിത്ര അദ്ദേഹത്തിനടുത്തേക്ക് പോയി. ഡോക്ടർ, ഞാനൊന്ന് കണ്ടോട്ടെ? കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ചിത്ര ചോദിക്കുമ്പോൾ അവളോട് പറ്റില്ലെന്ന് പറയാൻ അയാൾക്ക് തോന്നിയില്ല. വേഗം വരണം.
നിറഞ്ഞ കണ്ണുകളോടെ ഒന്ന് തലയാട്ടിയതിനു ശേഷം ഐസുവിനകത്തേക്ക് കയറി അവൾ. ബെഡിൽ ശാന്തമായി കിടക്കുന്നവനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഓക്സിജൻ മാസ്ക് മാറ്റിയിട്ടുണ്ട്. ശാന്തമായാണ് കിടക്കുന്നത്. ആകെ ക്ഷീണിച്ചിട്ടുണ്ട് എങ്കിലും ആ ഗൗരവത്തിന് കുറവൊന്നുമില്ല. ആദ്യത്തെ അത്ര വലുതല്ലെങ്കിലും തലയിൽ ഒരു ബാൻഡേജ് ഉണ്ട്. അവൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ എന്തിനെന്നറിയാതെ ഹൃദയത്തിലൊരു വിങ്ങൽ. പതിയെ അവൻ്റെ അടുത്ത് ചെന്ന് ആ വലത്തെ കൈ കയറുമ്പോൾ അവളുടെ ഉള്ളു നിറയെ അവനെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. അവനില്ലാതെ തനിക്കൊരു ജീവിതമില്ലെന്ന് തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയത്. ഇനി ഒരിക്കലും ആ നിമിഷങ്ങൾ തിരിച്ചു കിട്ടില്ല എന്നറിയാതെ ഓർത്തുപോയതും അവളുടെ കണ്ണിൽ നിന്നൊരു തുള്ളി താഴേക്ക് പതിച്ചു. അതവൻ്റെ കയ്യിൽ വിശ്രമം കൊണ്ടു. എന്നാൽ അതേ സമയം തന്നെ തന്നിൽ വന്നു നിറഞ്ഞ അസ്വസ്ഥതയോടെ അഭിപതിയെ കണ്ണു തുറന്നു നോക്കിയതും അവൻ്റെ കണ്ണുകൾ ചെന്ന് നിന്നത് അവളിലേക്കാണ്. തൻ്റെ കയ്യിൽ മുഖമർത്തി കരയുന്നവളിലേക്ക്. ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന ഭാരം സഹിക്കാൻ കഴിയാതെ അവൻ അവളെ നോക്കി നിന്നു. ചിത്ര. പതിഞ്ഞതും എന്നാൽ ഗൗരവം നിറഞ്ഞതുമായ അവൻ്റെ ശബ്ദം തൻ്റെ കാതിലേക്ക് പതിച്ചതും വിശ്വസിക്കാൻ കഴിയാതെ കണ്ണു തുറന്ന് അവനെ നോക്കി നിന്നു അവൾ. തന്നെ നോക്കിക്കിടക്കുന്ന അഭി, ആ കണ്ണുകളിലെ തിളക്കം, പ്രണയം, അത് മാത്രം മതിയായിരുന്നു ചിത്രയ്ക്ക് അവൻ തന്നെ മറന്നില്ല എന്ന് മനസ്സിലാക്കാൻ. അവൻ്റെ കൈ ഒന്നുകൂടെ തൻ്റെ മുഖത്തോട് ചേർത്ത് അവൾ പൊട്ടിക്കരയുമ്പോൾ അവളെ തന്നെ നോക്കി കണ്ണുകളൊന്ന് അടച്ചു അവൻ. ഡോണ്ട് ക്രൈ, ഐ ആം ഓക്കെ. പതിഞ്ഞ എന്നാൽ ഗൗരവം നിറഞ്ഞ ശബ്ദത്തിൽ അഭി പറഞ്ഞപ്പോൾ അവനെ നോക്കി കണ്ണുകൾ തുടച്ചു അവൾ. ഞാൻ പേടിച്ചുപോയി. തൻ്റെ തൊണ്ടക്കുഴിയിലെ വിരുമ്പിൽ അടക്കി ചിത്ര പറയുമ്പോൾ അവളെ ഒന്ന് നോക്കി അവൻ. നിന്നെയും നമ്മുടെ കുഞ്ഞിനെയും തനിച്ചാക്കി ഞാൻ എവിടെയും പോകില്ല, ഒരിക്കലും. ഗൗരവം നിറഞ്ഞ വാക്കുകളാണെങ്കിലും അതിലെ ദൃഢത അവൾ തിരിച്ചറിഞ്ഞിരുന്നു. ചിത്രയുടെ മനസ്സവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു. പേഷ്യൻറ്റിന് സ്ട്രെയിൻ ചെയ്യരുത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് പുറത്തേക്ക് നിൽക്കാമോ? പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് വന്ന് ചിത്രയെ നോക്കി നഴ്സ് പറഞ്ഞതും മനസ്സില്ലാ മനസ്സോടെ അവൾ അവനെ നോക്കി. പിന്നെ ആ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചതിന് ശേഷം പുറത്തേക്ക് നടന്നു ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. ചിത്ര പുറത്തേക്ക് പോയതും അഭി കണ്ണുകൾ അടച്ച് ബെഡിലേക്ക് കിടന്നു. അപ്പോഴും മനസ്സ് നിറയെ ചിത്രയായിരുന്നു. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളായിരുന്നു. ശരീരത്തിൻ്റെ വേദന പോലും ഇതുവരെ ബാധിക്കാത്ത തന്നെ തകർക്കുന്നത് അവളുടെ കണ്ണുനീരാണെന്ന് തോന്നി അഭിക്ക്. പുറത്തേക്ക് വരുന്ന ചിത്രയെ കണ്ടതും ഇന്ദ്രൻ അവൾക്കടുത്തേക്ക് പോയി. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു ചെറിയ ഭയം തോന്നി. അഭി ഇനി ചിത്രയെ മറന്നുപോയോ? എന്നാൽ അപ്പോഴേക്കും ഇന്ദ്രനെ കണ്ട ചിത്ര അയാൾക്കടുത്തേക്ക് പോയിരുന്നു. മനുവേട്ടനെല്ലാം ഓർമ്മയുണ്ട്, എന്നോട് സംസാരിച്ചു. നിറഞ്ഞ കണ്ണുകളോടെ എന്നാൽ ചിരിക്കുന്ന മുഖത്തോടെ ചിത്ര പറഞ്ഞപ്പോഴാണ് അയാൾക്കും ആശ്വാസമായത്. ചിത്ര. കിഷോറിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് ചിത്ര തിരിഞ്ഞു നോക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ്റെ മുഖത്തും ഒരാശ്വാസം നിറഞ്ഞതുപോലെ. കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം ഇന്ദ്രൻ വീട്ടിലേക്ക് തിരിച്ചുപോയി. അപ്പോഴും ചിത്ര ഐസുവിന് മുൻപിൽ തന്നെ ഇരുന്നു. ഇന്നത്തെ ഒരു രാത്രി അതുകൂടെ കഴിഞ്ഞ അഭിമുറിയിലേക്ക് മാറ്റും. രാത്രി കുറച്ച് ലൈറ്റായിട്ടാണ് ചന്ദ്രുവിൻ്റെ കാർ ഹോസ്പിറ്റൽ മുൻപിൽ വന്നു നിന്നത്. തിരക്കിട്ടിറങ്ങി അവൻ നേരെ പോയത് ഐസുവിലേക്കാണ്. അവിടെ ഇരിക്കുന്ന കിഷോറും ചന്ദ്രുവിനെ കണ്ടത് അവൻ്റെ അടുത്തേക്ക് പോയി. ഇത്ര നേരം നീ എവിടെയായിരുന്നു? കിഷോർ ചോദിച്ചതും അവൻ്റെ തോളിലേക്ക് ചന്ദ്രു ചാഞ്ഞതും ഒന്നിച്ചായിരുന്നു. എന്താടാ? തൻ്റെ തോളിൽ മുഖമർത്തി കിടക്കുന്നവനെ തന്നിൽ നിന്ന് അകറ്റി മാറ്റി കിഷോർ ചോദിച്ചതും അവനെ നോക്കാതെ തലതാഴ്ത്തി നിന്നു അവൻ. പക്ഷേ അവൻ്റെ ചുവന്ന കണ്ണുകളിൽ തന്നെയായിരുന്നു കിഷോറിൻ്റെ ശ്രദ്ധ മുഴുവൻ. ആ മാഹേശ്വരിയ കൊല്ലാനായിരുന്നു പ്ലാന്. തലതാഴ്ത്തി ദേഷ്യവും സങ്കടവും നിറഞ്ഞ വാക്കുകളോടെ അവൻ പറയുമ്പോൾ അവനെ തന്നെ നോക്കി നിന്നു കിഷോർ. ഇത് താൻ കുറച്ചു മുൻപേ അറിഞ്ഞതാണ്. അതിന് നീ എന്തിനാ വിഷമിക്കുന്നത്? അവരോടുള്ള കണക്ക് അഭി തന്നെ തീർത്തോളും. അവൻ്റെ തോളിൽ കൈവച്ച് കിഷോർ പറഞ്ഞതും തല ഉയർത്തി അവനെ ഒന്ന് നോക്കി ചന്ദ്രു. അഭി ഓക്കെയാണ്, അവനൊരു കുഴപ്പമില്ല. നാളെ മുറിയിലേക്ക് മാറ്റും. പിന്നെ കണക്കുകളെല്ലാം അവൻ തന്നെ തീർത്തോളും. ഒരു ചെറിയ ചിരിയോടെ കിഷോർ പറഞ്ഞതും അതുവരെ തിളഞ്ഞു മറിഞ്ഞ അവൻ്റെ മനസ്സിന് അല്പം ആശ്വാസം വന്ന് നിറയുന്നത് പോലെ തോന്നി അവന്. ആ കണ്ണുകളടച്ചൊന്ന് ശ്വാസം വിടുമ്പോൾ തൻ്റെ മനസ്സിലെ ഭാരം പതിവെ ഇല്ലാതെ ആവുന്നത് അവനറിയുന്നുണ്ടായിരുന്നു. ഏട്ടത്തി? പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ചന്ദ്രു ചോദിച്ചപ്പോൾ അവനെ നോക്കി കിഷോർ പറഞ്ഞു. ഇത്ര നേരം ആയുസുവിന് മുൻപിൽ ഇരിക്കുമായിരുന്നു.
ഇപ്പോഴാണ് സന നിർബന്ധിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ തന്നെ അവളുടെ ബോഡി വളരെ വീക്കാണ്. അതുകൊണ്ടായിരിക്കും വേഗം മയങ്ങിപ്പോയി. അല്ലെങ്കിൽ തന്നെ അഭി ഹോസ്പിറ്റലായ അന്ന് മുതൽ വല്ലാത്തൊരവസ്ഥയിൽ കൂടെയാണ് അവൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ അഭിയെ മുറിയിലേക്ക് മാറ്റുമ്പോൾ നീ ഇവിടെ ഉണ്ടാവണം. ചന്ദ്രുവിനെ നോക്കി കിഷോർ ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ വെറുതെ തല താഴ്ത്തി നിന്നു അവൻ. ചന്ദ്രു. ഒന്നും മിണ്ടാതിരിക്കുന്നവനെ കണ്ടതും കിഷോർ ശബ്ദത്തിലൊന്ന് വിളിച്ചു. ഞാനുണ്ടാവില്ല. നാളെ കഴിഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകുവാണ്. അമ്മയും ആവണിയും കൂടെ വരുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള കാരണം? അവൻ്റെ മുഖത്ത് നോക്കാതെ എങ്ങനെയൊക്കെയോ പറഞ്ഞു പൂർത്തിയാക്കുന്ന ചന്ദ്രുവിനെ തുറിച്ചു നോക്കിക്കൊണ്ട് കിഷോർ ചോദിച്ചതും വേറെ നിവൃത്തിയില്ലാതെ ഇന്നലെ നടന്നതൊക്കെ ചന്ദ്രു തുറന്ന് പറയേണ്ടി വന്നു. എന്നാൽ ചന്ദ്രുവിൽ നിന്ന് കേട്ട ദേഷ്യം കൊണ്ട് ഇരച്ചു നിൽക്കുകയായിരുന്നു കിഷോർ. പരട്ട തള്ളോ, അവരെ ഇന്ന് ഞാൻ പറയുന്നതിൻ്റെ കൂടെ ദേഷ്യത്തിലിരിക്കുന്ന നീറ്റിരുന്നു കിഷോർ. എന്നാൽ മുൻപോട്ട് നടക്കാൻ തുനിഞ്ഞവൻ്റെ കയ്യിൽ ഒരു പിടി വീണു. അതേസമയം തൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന ചന്ദ്രുവിനെ തുറിച്ചു നോക്കിയിരുന്നു അവൻ. അവരോടുള്ള കണക്ക് ഏട്ടൻ തന്നെ നേരിട്ട് തീർക്കട്ടെ. അപ്പോൾ ഈ ചെയ്ത് കൂട്ടിയതിനൊക്കെ അവർക്ക് ശിക്ഷ ലഭിക്കൂ. അവരുടെ സ്വാർത്ഥ കാരണം തകർന്ന ജീവിതങ്ങൾ ഏട്ടൻ തന്നെ അവരെ കൊണ്ട് മറുപടി പറയിക്കട്ടെ. അതാവും ഏറ്റവും നല്ലത്. കിഷോറിനെ നോക്കിക്കൊണ്ട് ചന്ദ്രു അത് പറയുമ്പോൾ മഹേശ്വരിയുടെ ദുഷ്ട മനസ്സ് കാരണം തകർന്നു പോയ ഒരുപാട് ജീവിതങ്ങൾ ഉണ്ടായിരുന്നു അവൻ്റെ മുൻപിൽ. സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം മകൻ്റെ ജീവിതമാണെന്ന് കൂടെ ഓർക്കാതെ അവർ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും ഓർക്കും തോറും അവരോടുള്ള ദേഷ്യവും വെറുപ്പും അവൻ്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടി. പെട്ടെന്ന് നിർത്താതെയുള്ള ഫോണിൻ്റെ റിംഗ് ശബ്ദം കേട്ടതും കിഷോറിനെ ഒന്ന് നോക്കിയതിന് ശേഷം ചന്ദ്രു പോക്കറ്റിൽ നിന്ന് തൻ്റെ ഫോൺ എടുത്തു. ആവണി വിളിക്കുന്നതിൻ്റെ കൂടെ ഫോൺ തൻ്റെ ചെവിയിലേക്ക് ചേർത്തിരുന്നു അവൻ. ശരി, ഞാനിപ്പോൾ വരാം പറയുന്നതിൻ്റെ കൂടെ ആ ഫോണിന് പോക്കറ്റിലേക്ക് വെച്ച് അവൻ ചെയറിൽ നിന്ന് എണീറ്റു. ഞാൻ ഇറങ്ങുന്നു. പോകുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. തന്നോട് യാത്ര പറഞ്ഞ് നടന്നു പോകുന്ന ചെറുപ്പക്കാരൻ തന്നെയായിരുന്നു കിഷോറിൻ്റെ ശ്രദ്ധ മുഴുവൻ. ടൗണിൽ തന്നെയുള്ള ഒരു ഫ്ലാറ്റിലാണ് ചന്ദ്രു ഇപ്പോൾ താമസിക്കുന്നത്. അവൻ്റെ ഫ്രണ്ട് കൂട്ടിക്കിടക്കുന്ന ഒരു ഫ്ലാറ്റ് തൽക്കാലത്തേക്ക് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തതാണ്. കോളിംഗ് ബെൽ കേട്ടപ്പോൾ തന്നെ ചെന്ന് കതക് തുറന്നു കൊടുത്തു. ആവണിയെ ചന്ദ്രു ഒന്ന് നോക്കി. അമ്മയെവിടെ? തൻ്റെ കയ്യിലുള്ള കവർ സോഫയിലേക്ക് വെച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവളുടെ കയ്യിലുള്ള വെള്ളം അവന് നേരെ നീട്ടിക്കൊണ്ട് ആവണി പറഞ്ഞു. അമ്മ മുറിയില്ല, ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അവിടെ നിന്ന് ഇറങ്ങിയതിൽ അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട്. കുറച്ചു മുൻപ് കിടന്നു, ഒന്നും കഴിച്ചിട്ടില്ല. ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. ആവണി പറഞ്ഞതിന് അമർത്തിയൊന്ന് മൂളിയതിനു ശേഷം അവൻ നടന്നു പോയത് അവരുടെ മുറിയിലേക്കാണ്. ചാരിയിട്ട കതകിലൂടെ അകത്തേക്ക് നോക്കിയ ചന്ദ്രു മയങ്ങുന്ന അമ്മയെ കണ്ടതും പതിയെ പുറത്തേക്ക് നടന്നു.